ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഫ്ലാഗ്ഡ് കണ്ടന്റ് അല്ലെങ്കിൽ ഫ്ലാഗ്ഡ് പേജ് എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒത്തിരി പേർക്ക് അങ്ങനെ, കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട്, കഴിഞ്ഞ 1-2 മാസമായിട്ട് ഈ ഫ്ലാഗ്ഡ് കണ്ടന്റ് വരാത്ത ഒരാൾ പോലും കാണത്തില്ല. ഒരു 80% ആൾക്കാർക്ക് ഫ്ലാഗ്ഡ് കണ്ടന്റ് ഓർ ഫ്ലാഗ്ഡ് പേജ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫ്ലാഗ്ഡ് കണ്ടന്റും ഉണ്ട്, ഫ്ലാഗ്ഡ് പേജും ഉണ്ട്. ഫ്ലാഗ്ഡ് കണ്ടന്റ് വരുന്നതിൻ്റെ റീസൺ എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇട്ടേക്കുന്ന ഒരു വീഡിയോ അത് വീണ്ടും നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളുടെ പേജിലിട്ടാൽ അത് നമ്മളുടെ ഫേസ്ബുക്കിന് എഗൻസ്റ്റ് ആണ് കേട്ടോ. ഓൾറെഡി പോസ്റ്റ് ചെയ്ത സാധനം വീണ്ടും പോസ്റ്റ് ചെയ്യാൻ നമുക്ക് അനുവാദമേ ഇല്ല. നമ്മുടെ പേജിൽ അനുവാദമില്ല, മറ്റൊരാൾക്ക് നമ്മുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ പേജിൽ ഒരു വീഡിയോ ഇട്ടത് വീണ്ടും നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ അത് ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകും. ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ എനിക്ക് ഫ്ലാഗ്ഡ് കണ്ടന്റ് ഒരു ഇഷ്യൂ എൻ്റെ പേജിന് വന്നു, എൻ്റെ മെയിൻ പേജിന് വന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഓർത്തിട്ട് ഞാനെന്നാൽ ഈ കിട്ടിയ സമയത്ത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എന്താണോന്ന് വെച്ചാൽ, ഒരു 2 വർഷം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടത് തന്നെ പാട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് സെയിം ഡ്രസ്സ് ഇട്ടോണ്ട് സെയിം ആ പാട്ട് വീണ്ടും പാടി, സെയിം ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട്. അതായിരിക്കാം ഒരു പക്ഷെ, ഞാൻ പറഞ്ഞല്ലോ AI ആണ് ഇപ്പം ഫേസ്ബുക്കിനെ കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ AI ആണ്. മാനുവലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ മാനുവലി ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം AI ആണ്. അതുകൊണ്ട് പല ക്രിയേറ്റേഴ്സിനും ഭയങ്കര തലവേദനയാണ് ഉണ്ടായേക്കുന്നത്. ഇന്ന് ഞാൻ വെറുതെ പേജ് ഇങ്ങനെ എടുത്തിങ്ങനെ നോക്കിയപ്പോൾ ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നാൽ വലിയൊരു പ്രോബ്ലം നമുക്ക് വരത്തില്ല. നമ്മളത് കണ്ടുപിടിച്ചിട്ട് ഏത് വീഡിയോ ആണോന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ സെയിം ഞാൻ മിനിഞ്ഞാന്നോ എൻ്റെ തലേന്നോ ഇട്ടിരുന്ന വീഡിയോ നല്ല റീച്ച് ഉണ്ട്. ഏകദേശം 45-50 അറൗണ്ട് അത്രയും റീച്ച് വന്നിട്ടുണ്ട് ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ. അതിനകത്ത് $3 മറ്റോ കയറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കും, ഈ കണ്ടന്റ് എന്തുകൊണ്ട് ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നു? എൻ്റെ തന്നെ കണ്ടന്റാണ്, ഞാൻ മിനിഞ്ഞാന്നിരുന്ന് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി. കുറേ വർഷം മുന്നേ, 2 വർഷം മുന്നേ സെയിം ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇത് സെയിം പാട്ട് തന്നെ ഞാൻ പാടിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ഇഷ്യൂ ആണ്. അത് അവർ കാണിക്കുന്നത് സെയിം കണ്ടന്റ് എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ പോസ്റ്റ് ചെയ്ത കണ്ടന്റാണ് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഓൾറെഡി ആ പോസ്റ്റ് ഇട്ടിട്ടില്ല. മിനിഞ്ഞാന്നിരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് അന്നേരം തന്നെ പോസ്റ്റ് ചെയ്ത കണ്ടന്റാണ്. അപ്പോൾ ആദ്യം മനസ്സിലായല്ലോ. അപ്പം നമ്മളും നമ്മുടെ ഇതുപോലുള്ള കണ്ടന്റുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നമുക്ക് ഉടനെ, വേറെ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ AI ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് വാദിക്കാനുള്ള ഓപ്ഷനൊന്നും അതിനകത്തില്ല. നമുക്ക് അതിനകത്ത് റിവ്യൂ കൊടുക്കാനോ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഒറ്റ ഓപ്ഷനെ അവർ തരുന്നുള്ളൂ, ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഫ്ലാഗ്ഡ് കണ്ടന്റ്. നമ്മുടെ ഏതെങ്കിലും ഒരു കണ്ടന്റിനെ അവർ ഫ്ലാഗ് ചെയ്തേക്കുന്നു. ഇനി ഫ്ലാഗ്ഡ് പേജ് എന്ന് പറഞ്ഞിട്ട് പലർക്കും അതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുള്ളത് ഫ്ലാഗ്ഡ് പേജിലാണ്. എന്തൊക്കെ റീസണും കൊണ്ടാണ് ഫ്ലാഗ്ഡ് പേജ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിനെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആദ്യമേ ഉള്ള റീസൺ പറയട്ടെ, ആഡ് ക്ലിക്സ് ആണ്. നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേജ് ഫ്ലാഗ്ഡിലേക്ക് പോകും. നമ്മൾ തന്നെ നമ്മുടെ ആഡ് ഒരിക്കലും ഇരുന്ന് ക്ലിക്ക് ചെയ്യരുത്. നമ്മുടെ പേജിലിരുന്ന് കാണരുത്. നമ്മുടെ മൊബൈൽ വെച്ച് നമ്മുടെ വീഡിയോ കാണരുത്. നമ്മുടെ വൈഫൈ ഉപയോഗിച്ച് പോലും നമ്മുടെ വീഡിയോ കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ചിലപ്പോൾ ഒരേ വൈഫൈ ഉപയോഗിക്കുന്നവർ നമ്മുടെ വീഡിയോ ഇരുന്ന് കണ്ട് ആഡ് കാണുമ്പോൾ ശരി അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റവന്യൂ കയറുമല്ലോ എന്ന് ചിലപ്പം ആദ്യം കരുതും. ചിലപ്പോൾ 10 പ്രാവശ്യം നമ്മൾ ചെയ്യായിരിക്കും, 15ാമത്തെ പ്രാവശ്യം അവർ പിടിക്കും. സെയിം വൈഫൈ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അവർ പിടിച്ചിരിക്കും നമ്മളെ. അതുകൊണ്ട് ഫ്ലാഗ്ഡ് പേജിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ ആഡ് ക്ലിക്കാണ് കേട്ടോ. സെക്കൻഡിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേജിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി റിയാക്ട് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം
നമുക്ക് 100 പേരെ ഒരേ സമയം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ ഇപ്പം അതിൽ മാറിയൊക്കെ കാണിക്കുന്നുണ്ട്, 200 കാണിക്കുന്നുണ്ട്, 300 കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നിച്ച് എല്ലാവരെയും കൂടി ഇൻവൈറ്റ് ചെയ്യരുത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ, ഒരു 50 പേരെ നമുക്ക് ടിക്ക് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്താലും കുറേ നമുക്ക് ട്രാഫിക് വരുമ്പോഴാണ് ഇതെന്തോ എന്താ പറയുക സ്പാം ലൈക്സ് ആണ് എന്ന് ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഫ്ലാഗ്ഡ് പേജിലേക്ക് മാറ്റുന്നത്. അതിന് ഒത്തിരി ഓവറായിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും വൈറലാകാതെ കുറേ നാൾ മുന്നേ വൈറലായിട്ട് അതിനകത്ത് റിയാക്ട് ചെയ്ത ആൾക്കാരെയൊക്കെ ആയിരിക്കും നമ്മൾ ഒറ്റ ടൈമിൽ ഒരു 1000 പേർക്ക് ഒന്നിച്ച് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് കുറേ പേര് നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ പേജിനെ ലൈക്ക് ചെയ്തു. അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മുടെ പേജിന് വലിയ വൈറലൊന്നും ആയിട്ടില്ല, നോർമലായിട്ടുള്ള വ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മുടെ പേജ് ഒത്തിരി അപ്രതീക്ഷിതമായിട്ട് ഒത്തിരി ലൈക്സും ഫോളോവേഴ്സും നമ്മുടെ പേജിൽ കയറിയാൽ നമ്മുടെ പേജ് ഫ്ലാഗ്ഡിലേക്ക് പോകും. അപ്പം ഇത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ, ഇപ്പോൾ ഒത്തിരി പേയ്മെന്റ് കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള എല്ലാവരുടെയും മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. ഈവൻ മോണിറ്റൈസ് ആകാത്തവർ നമ്മുടെ പേജിന് പൈസ കൊടുത്തിട്ട് ഫോളോവേഴ്സിനെ നമ്മൾ ചെയ്യുമല്ലോ, അങ്ങനെയുള്ളവരുടെ എല്ലാ പേജ് ഫ്ലാഗ്ഡിലേക്ക് പോകുന്നു, അവരുടെ മോണിറ്റൈസ് പോലും ആകുന്നില്ല. അങ്ങനെയുള്ള ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് വരും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ വീഡിയോ എടുക്കുന്നത്, അത് നമ്മുടെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് പോലെ തന്നെയാണ് തേർഡ് പാർട്ടിയുടെ വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ളത് കുറേ പൈസയൊക്കെ മുടക്കിയിട്ട് വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് ടിക്ടോക്ക് വീഡിയോ ചെയ്തു, അതുപോലെയല്ല. ഏതെങ്കിലുമൊക്കെ ചാനൽസിൻ്റെ വലിയ പ്രോഗ്രാംസിൻ്റെ ഒക്കെ അവർ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്ത് അവർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനം നമ്മൾ എടുത്തിടുമ്പം അത് അവർ ചിലപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടി എന്താ പറയുന്നത് കംപ്ലൈൻറ്റ് തരുമൊന്നും വേണ്ട, അവർ നമുക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനായിട്ട് മെയിൽ അയക്കൊന്നും വേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേജിലേക്ക് അതിന് പ്രോബ്ലം വരും. അപ്പോൾ തേർഡ് പാർട്ടിയുടെ വീഡിയോ എടുക്കുന്നതും ഫ്ലാഗ്ഡ് കണ്ടന്റിലേക്ക് പോകാനുള്ള റീസൺ ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ള, പക്ഷേ ഇത് മെയിനായിട്ടുള്ള റീസൺ ആണ്. നിങ്ങൾ ടിക്ടോക്കിൽ വീഡിയോ ഇടുന്നവരായിരിക്കാം, ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നവരായിരിക്കാം. നമ്മൾ ആ വീഡിയോ പലരും എടുത്ത് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലോഗോ കൂടെ വന്ന് നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇടാൻ പാടില്ല. ദാറ്റ് മീൻസ് പാടില്ല എന്ന് പറയുന്ന അവരുടെ ഇപ്പം നമ്മൾ വീഡിയോ മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഇടുന്നത്. പക്ഷെ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അവരുടെ ലോഗോ അതിനകത്ത് വരും, ടിക്ടോക്ക് എന്ന് പറയുന്ന ലോഗോ വരും, ഇൻസ്റ്റയുടെ ലോഗോ നമ്മുടെ പേരുമായിട്ടൊക്കെ വരും. പക്ഷെ നമ്മൾ അത് എടുക്കുമ്പം ആ ലോഗോ ഇല്ലാതെ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ലോഗോ ഒരിക്കലും അതിനകത്ത് വരാൻ പാടില്ല. പിന്നെ ഇനി ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് കണ്ടന്റ് ചെയ്യാൻ പേജ് ക്രിയേറ്റ് ദ ബീങ് തിങ്സ് യു ക്യാൻ ഡു. പേജ് റെഗുലറായിട്ട് നമ്മിപ്പം എന്താ പറയുന്നത് പേജ് ആദ്യം അവർ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു റീസൺ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റിവ്യൂ അയക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവർ പറഞ്ഞ് നോ മോർ. എൻ്റെ ഒരു പേജിൽ അങ്ങനെ റീസൺ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു, കാരണം മില്യൺസ് വ്യൂ വന്ന വീഡിയോ ആയിരുന്നു. കുറച്ചൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അത്യാവശ്യം എനിക്ക് റവന്യൂ കയറുന്ന ഒരു പേജായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ റിവ്യൂ അയച്ചപ്പോഴും അവരെനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത് തിരിച്ച് റിപ്ലൈ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു. അവരുടെ റിപ്ലൈ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേജിന് സ്റ്റിൽ പ്രോബ്ലം ഉണ്ട്, സ്റ്റിൽ നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ പേജ് ഫ്ലാഗ്ഡ് ആയിട്ട് തന്നെ വെക്കാനാണ് ഇപ്പോൾ ഫേസ്ബുക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നോ മോർ മോണിറ്റൈസേഷൻ അവൈലബിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി നിങ്ങളുടെ പേജിന് മോണിറ്റൈസേഷൻ അവൈലബിൾ ആകത്തേ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷനേ കിട്ടത്തില്ല എന്ന് വെച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വിഷമം വന്നു, അയ്യോ ഇത്തിരി കഷ്ടപ്പെട്ട പേജാണ്, എന്നാലും അങ്ങനെ പോയല്ലോ. മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയി, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. മോണിറ്റൈസേഷൻ എൻ്റെ റെസ്ട്രിക്റ്റ് ആയിട്ട് ഇനി അത് കാരണം ഞാൻ പലരുടെയും വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പലരുടെയും വീഡിയോ എടുത്തിട്ടിരുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ലാസ്റ്റ് ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതിന് ലാസ്റ്റ് 2 വീക്സ് എന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടന്റ് ഞാൻ തീരെ കുറച്ചിട്ട് മറ്റുള്ള നല്ല നല്ല കണ്ടന്റ് കണ്ടപ്പോൾ അതിനകത്ത് എടുത്തിട്ടു. എനിക്ക് ഇത്രയും അറിയാവുന്ന ഞാൻ തന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് എൻ്റെ പേജിന് മോണിറ്റൈസേഷൻ പോയി. അപ്പം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ മിക്കവാറും എൻ്റെ പേജിന് മോണിറ്റൈസേഷൻ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇല്ല, റവന്യൂ നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഒരു ഇതിൽ
ശരിക്കും പറഞ്ഞാൽ നല്ല കണ്ടന്റുകൾ എടുത്ത് ഇടുന്നതെല്ലാം വൈറലാകുന്നുണ്ട്, അതിനെല്ലാം നല്ല ഡോളർ കയറുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ചിലപ്പോൾ അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പോകുമായിരിക്കും എന്നിട്ട് ഞാൻ എൻ്റെ ഓൺ കണ്ടന്റുകൾ കുറച്ചിട്ട് മറ്റുള്ള വൈറൽ കണ്ടന്റുകൾ ഇടാൻ തുടങ്ങി. അതിൽ നിന്നൊക്കെ നല്ല റവന്യൂ വന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ മോണിറ്റൈസേഷനും പോയി. അപ്പോൾ ഫ്ലാഗ്ഡ് പേജാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് സെക്കൻഡ് എനിക്ക് വന്നേക്കുന്നത് നോ മോർ. കാരണം ഫ്ലാഗ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നോ മോർ മോണിറ്റൈസേഷൻ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ച് പോയിച്ച് നിരാശയായി. വീണ്ടും ഒരു 2-3 വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് കുറേ ദിവസം ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് എൻ്റെ കണ്ടന്റ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഞാൻ ഇടാൻ തുടങ്ങി. വീണ്ടും എൻ്റെ കണ്ടിന്യൂസ് എൻ്റെ കണ്ടന്റും ഇട്ടു. അവരുടെ വീഡിയോസ് എല്ലാം മറ്റുള്ള ഒരു മനുഷ്യൻ ഒരു വീഡിയോ പോലും ഇല്ലാതെ, വീഡിയോ ആണെങ്കിലും വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ റീൽസ് മറ്റുള്ളവരുടെയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ആ റീൽസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ കണ്ടന്റ് കണ്ടിന്യൂസ് പണ്ടത്തെ പോലെ തന്നെ ഇടാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന മെയിലാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യം ഒന്നും കാണിച്ചു തരാം, നിങ്ങൾക്ക് ഞാൻ വായിച്ച് കാണിച്ചു തരാം. വി ആർ റീച്ചിങ് ഔട്ട് ബിക്കോസ് യുവർ പേജ് വീഡിയോ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് ഹാവിങ് ലിമിറ്റഡ് ഒറിജിനാലിറ്റി ആൻഡ് നോ ലോങ്ങർ ഹാവ് ആക്സസ് ടു യുവർ മോണിറ്റൈസേഷൻ പ്രോഡക്റ്റ്. ഇതാണ് ആദ്യം എനിക്ക് വന്നിരുന്ന മെയില്. ഇതാണ് എനിക്ക് ആദ്യം ഇവർ അയച്ചേക്കുന്ന മെയില്. അതിനകത്ത് അവർ കുറേ റീസൺസ് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് വന്ന കാര്യം. പോസ്റ്റ് കണ്ടന്റ് ദാറ്റ് യുവർ പേജ് ക്രിയേറ്റഡ്, അതായത് നമ്മളുടെ പേജിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് മാത്രം ഇടുക. സെക്കൻഡ്, മേക്ക് മീനിങ് എൻഹാൻസ്മെന്റ്സ് യു ക്യാൻ യൂസ് കണ്ടന്റ് യു ആർ അപ്രൂവ്ഡ് ടു യൂസ് അതർ സോഴ്സസ് ലോ. അവർ പറയുന്നേക്കുന്നത് നമ്മൾ തേർഡ് പാർട്ടി ഇടുക, അല്ലെ അതർ സോഴ്സിൽ നിന്ന് നിങ്ങൾ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ഇറ്റ്സ് വാല്യൂ ത്രൂ ക്രിയേറ്റിംഗ് എഡിറ്റിംഗ്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഫുള്ള് മാറ്റിയിരിക്കണം, വോയിസ് ഓവർ കൊടുത്തിരിക്കണം. വോയിസ് ഓവർ നമ്മൾ തന്നെ വോയിസ് എടുത്തിട്ടിട്ട് ചിലപ്പം എന്തോ നമ്മൾ ആ വോയിസ് എടുത്തിട്ട് ചിലപ്പോൾ അതിൻ്റെ ശക്കല കുറച്ചെങ്ങാണ് അതിനകത്ത് കയറ്റായിരിക്കും നമ്മളുടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട്. ഇൻക്രീസ് ഇറ്റ്സ് വാല്യൂ ത്രൂ ക്രിയേറ്റിംഗ് എഡിറ്റിംഗ്, വോയിസ് ഓവർ ഓർ കമൻട്രി. നമ്മൾ വോയിസ് ഓവർ അതിനകത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വീഡിയോയിൽ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുക. വേറൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടിയുടെ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടിയുടെ വീഡിയോ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ക്രീൻ കൊടുത്താലും പറ്റില്ല. മനസ്സിലായല്ലോ? ഇപ്പം തന്നെ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ അവർക്ക് ഹാഫ് അവരുടെ വെച്ചിട്ട് ഹാഫ് നമ്മുടെ വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ വോയിസ് ഒന്നുമില്ല, നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നതായിട്ടൊക്കെ ആയിരിക്കും, നമ്മുടെ വോയിസ് വരുന്നേ ഇല്ല. അതാണ് അവർ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. നമ്മളുടെ വോയിസ് നമ്മളുടെ പിക്ചർ മാത്രമല്ല അതിനകത്ത് കൊടുക്കണം, നമ്മളുടെ വോയിസ് ഓവർ അല്ലെങ്കിൽ നമ്മുടെ കമൻട്രി നമ്മൾ പറയണം. ആ വീഡിയോയെക്കുറിച്ച് നമ്മൾ കമൻറ്റ് പറയണം. അങ്ങനെയുള്ള വീഡിയോ മാത്രമേ വാല്യൂ ആയിട്ട് അവർ കണക്കാക്കുന്നുള്ളൂ. അതുപോലെ റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ് യുവർ കണ്ടന്റ്, ചെക്ക് ടു മേക്ക് ഷുവർ യു ആർ നോട്ട് പോസ്റ്റിംഗ് കണ്ടന്റ് ഇൻ യുവർ പേജ് ഹാഡ് ലിറ്റിൽ റോൾ ഓർ നോ റോൾ ഇൻ ക്രിയേറ്റിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ ഒരു മിനിറ്റിൻ്റെ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഒരു 5 സെക്കൻഡ് നമ്മുടെ ഫേസ് ഇങ്ങനെ കാണിച്ചു, ബാക്കി നമ്മളില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ മാത്രം നമ്മൾ എടുത്തിട്ടു. അങ്ങനെ എടുത്തിടാൻ പാടില്ല. അതായത് ലിറ്റിൽ റോൾ എന്നാണ് പറഞ്ഞേക്കുന്നത് അവർ. നമ്മളുടെ ഒരു കുഞ്ഞൊരു റോള് മാത്രം വേറൊരാളുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഒരു ചെറിയ റോള് വരേണ്ടത്. നമ്മൾ ഒരു 75% കൂടുതൽ നമ്മൾ ആ വീഡിയോയിൽ ഓൾ ത്രൂ പ്രസൻറ്റ് ആയിരിക്കണം. ആ വീഡിയോയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ വോയിസ് ഓവറോ നമ്മുടെ കമൻട്രിയോ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തേർഡ് പാർട്ടിയുടെ എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ അവർ പറയുന്നത് ഫയൽ ആൻഡ് അപ്പീൽ ഇഫ് യു ബിലീവ് ദാറ്റ് യുവർ പേജ് ഹാവ് ബീൻ ഫ്ലാഗ്ഡ് ഇൻകറക്റ്റ്ലി മീൻസ് നമ്മുടെ ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് അയക്കുന്നത്. ഇത് ആദ്യം എനിക്ക് വന്ന മെയിലാണ് കേട്ടോ. വീണ്ടും ഞാൻ ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റിൽ ഫ്ലാഗ്ഡ് പേജ് ആ രീതിയിൽ തന്നെ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം അറ്റ് പ്രസൻറ്റിൽ ഫ്ലാഗ്ഡ് പേജിൽ തന്നെയാണ് നിങ്ങളുടെ പേജ് പോകുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിതിൻ 90 ഡേയ്സിൽ നിങ്ങൾക്കത് മാറ്റി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ അപ്പീലിനൊന്നും പോയില്ല. അവർ 90 ഡേയ്സ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ 90 ഡേയ്സിനുള്ളിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫ്ലാഗ്ഡ് പേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 95% നമ്മുടെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത
കുറവാണ്. അതുകൊണ്ട് ഈ തെറ്റുകളൊന്നും വരുത്താതെ ഫ്ലാഗ്ഡ് പേജ് എന്ന് പറയുന്ന ഒരു വിഷു നമ്മുടെ പേജിന് വരുത്താതെ നിങ്ങൾ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോരുത്തർ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ എല്ലാം വേണ്ടി നമ്മൾ ട്രൈ ചെയ്ത് കഷ്ടപ്പെട്ട് അല്ലേ. അപ്പോൾ ഫ്ലാഗ്ഡ് പേജ് എന്നുള്ളൊരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ 95% നമ്മളുടെ ചാനലിനെയും പിന്നെ ചാനലും പേജും ഒക്കെ അതുപോലെ തന്നെ കാണും, നമ്മളുടെ കണ്ടന്റുകളും ചിലപ്പോൾ അതിനകത്ത് തന്നെ കാണും. പക്ഷേ മോണിറ്റൈസേഷൻ പിന്നെ നമുക്ക് തിരിച്ചിടാനുള്ള സാധ്യത വളരെ കുറവാണ്. മോണിറ്റൈസ് കിട്ടാത്ത ആള് മോണിറ്റൈസേഷൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും നമുക്ക് പിന്നെ അതിന് നോ ലോങ്ങർ മോണിറ്റൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫേസ്ബുക്കിൽ ഫ്ലാഗ്ഡ് പേജ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ വരാൻ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ പേജ് വളരെ സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോവുക. ഇൻ കേസ് നിങ്ങളുടെ പേജ് ഫ്ലാഗ്ഡ് പേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, എത്ര മില്യൺസ് വ്യൂ നിങ്ങൾക്ക് വന്ന വീഡിയോ ആണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ പേജിൽ ഇനി എത്ര മില്യൺ വ്യൂ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാഗ്ഡ് കണ്ടന്റ് എന്താണ്, ഫ്ലാഗ്ഡ് പേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നി എന്താണ് ഫ്ലാഗ്ഡ് കണ്ടന്റ്, എന്താണ് ഫ്ലാഗ്ഡ് പേജ്, അത് വന്നാലുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനീസ് സൈനിങ് ഓഫ്. ബൈ.